ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബേക്കറി സ്റ്റൈലിലുള്ള ഗീ കേക്ക് വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാം. കേക്ക് തയ്യാറാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ നടുവിലായിട്ട് ഒരു റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനൊക്കെ പ്രീഹീറ്റ് ചെയ്തെടുക്കുന്നത് പോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. കേക്ക് തയ്യാറാക്കാനായിട്ട് ഏത് പാത്രമാണോ എടുക്കുന്നത് അത് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ കേക്ക് ടിന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് ബട്ടർ തേച്ച് കൊടുത്ത് അതിലേക്ക് മൈദ തട്ടിക്കൊടുത്ത് അതിൻ്റെ അടിഭാഗത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്കിന് വേണ്ട ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം. അതിനായിട്ട് അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ഉപ്പ് ഇവയെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ലതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പാൽപ്പൊടിയാണ്. 2 ടീസ്പൂൺ പാൽപ്പൊടിയാണ് വേണ്ടത്. ആ 2 ടീസ്പൂൺ പാൽപ്പൊടിയിലേക്ക് 1/4 കപ്പ് ഇളം ചുടുവെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഒരു ഡ്രൈ ബൗളിലേക്ക് 1/2 കപ്പ് നെയ്യ് ചേർത്ത് കൊടുക്കണം. കേക്കിനുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും റൂം ടെമ്പറേച്ചറിലാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുക്കുന്നത്. ഇത് കുറേശ്ശെയായി ചേർത്ത് കൊടുത്ത് വിസ്ക് വെച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വിസ്ക് ഇല്ല എങ്കിൽ സ്പൂൺ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇതുപോലെ കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. പഞ്ചസാര പൊടിക്കാതാണ് ചേർക്കുന്നതെങ്കിൽ അത് മിക്സ് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. പഞ്ചസാര നല്ലതുപോലെ മിക്സ് ആവണേ. പിന്നെ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പം നെയ്യിൻ്റെ കളറൊക്കെ മാറിയിട്ട് ഒരു വൈറ്റ് കളറായിട്ട് വരും. ഇനി ഇതിലേക്ക് വേണ്ടത് 2 മുട്ടയാണ്. അപ്പോൾ 2 മുട്ടയും ഒരുമിച്ച് മിക്സ് ആക്കരുത് കേട്ടോ. ഒന്ന് ആദ്യം മിക്സ് ആക്കിയിട്ട് അടുത്തത് മിക്സ് ആക്കാം. ഒരു മുട്ട നല്ലതുപോലെ മിക്സ് ആയതിനു ശേഷം നമുക്ക് അടുത്ത മുട്ടയും കൂടിയും ഇതേപോലെ തന്നെ മിക്സ് ആക്കിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൽപ്പൊടി കലക്കി വെച്ചതും 1/2 ടീസ്പൂൺ വനില എസൻസും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ആക്കിയെടുക്കുക. ഇതിപ്പോൾ നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. കുറേശ്ശെയായി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കുറേശ്ശെയായിട്ട് തന്നെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇത് ഒരേ ഡയറക്ഷനിൽ തന്നെ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടാണ് ഈ ബാറ്റർ ഉള്ളത്. നല്ലതുപോലെ തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്ററിനെ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടാണ് ഈ ബാറ്റർ ഉള്ളത്. അപ്പോൾ ഫുള്ളായിട്ട് ഈ കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള ബാറ്റർ ആയതുകൊണ്ട് നല്ലതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലും ഉള്ളിലൊക്കെ ആയിട്ട് എയർ ബബിൾസ് ഉണ്ടാവും. അതൊക്കെ ഒന്ന് പോകാനായിട്ട് നല്ലതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ പാത്രത്തിലേക്ക് ഈ മോൾഡ് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 30 മിനിറ്റോളം വെക്കണേ. ഞാനൊരു 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് തുറന്ന് നോക്കിയത്. 25 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയിട്ട് ആയിട്ടില്ലെങ്കിൽ മൂടി വെച്ചാൽ മതി. ഓരോരുത്തരുടെ കേക്ക് ടിന്നും അതേപോലെ തീൻ്റെ ചൂടിനൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. 25, 30, 35 മിനിറ്റിനുള്ളിൽ തന്നെ ആവും. അതുകൊണ്ട് 25 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കുക. ആയിട്ടില്ല എങ്കിൽ ഒന്നുകൂടി വെച്ച് കൊടുത്താൽ മതി. ഒരു 30 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയതാണ്. എന്നിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് കുത്തി നോക്കിയപ്പോൾ അത് ക്ലീൻ ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ചൂട് തണിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മോൾഡിൽ നിന്ന് എടുക്കാം. അപ്പോൾ നല്ലതുപോലെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബട്ടർ പേപ്പറിനൊന്ന് മാറ്റാം കേട്ടോ. നല്ല അടിപൊളി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.